ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കണക്കെടുപ്പ് ആരംഭിച്ച് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയിൽ പരിശോധന നാളെ നടക്കും. സ്വർണ്ണക്കൊള്ളയിൽ വിരമിച്ച ഉദ്യോഗസ്ഥരായാലും നടപടി ഉണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. 11 മണിയോടെയാണ് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തെ സ്ട്രോങ് റൂം തുറന്ന പരിശോധന ആരംഭിച്ചത്. സ്ട്രോങ് റൂമിലുള്ള പ്രധാന ഉരുപ്പിടികളുടെ മഹസർ പരിശോധിച്ചുള്ള കണക്കെടുപ്പായിരിക്കും ഇന്ന് നടത്തുക. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികൾ നാളെ പരിശോധിക്കും. ഇന്നും നാളെയുമായി സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കി തിങ്കളാഴ്ച ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കാനാണ് നിലവിലെ തീരുമാനം. ജസ്റ്റിസ് കെ ടി ശങ്കരനൊപ്പം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ സ്മിത്ത് ഉൾപ്പെടെയുള്ളവരുമുണ്ട്. സ്വർണ്ണമോഷണത്തിൽ വിരമിച്ച ഉദ്യോഗസ്ഥരായാലും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. പുതിയ സ്പെഷ്യൽ ടീം വന്നിരിക്കുന്നു. നല്ല അന്വേഷണം നടക്കും. അതിൻ്റെ ഭാഗമായി എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഒരാളെയും ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സമിതി കണ്ടെത്തുന്ന ഒരാളെയും സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ വെള്ളപൂശാനോ ദേവസ്വം ബോർഡില്ല. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിക്രമങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ മന്ത്രിമാരടക്കമുള്ള വമ്പൻ സ്രാവുകളെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഇത് അവസാനിക്കാൻ പാടില്ല. ഇപ്പം അങ്ങനെയാണ് പോകുന്ന കാര്യങ്ങൾ. ഇവിടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വൻ സ്രാവുകളുണ്ട്, വലിയ വലിയ ആളുകളുണ്ട്. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ശബരിമലയിലെ സ്വർണ്ണം അടിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പം ഇതിൻ്റെ പിന്നിൽ മന്ത്രിമാരുണ്ട്, ഗവൺമെൻറ് ഉണ്ട്, ദേവസ്വം ബോർഡുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്. അവരെയൊക്കെ രക്ഷിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അത് നടക്കില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഏതു കാലത്തെയും കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് K മുരളീധരൻ പറഞ്ഞു. സ്ട്രോങ് റൂമിൽ കണക്കെടുപ്പ് പൂർത്തിയാക്കി ജസ്റ്റിസ് കെ ടി ശങ്കരൻ അടുത്ത ആഴ്ചയോടെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.